നവകേരളം ക്വിസും മറ്റ് തമാശകളും. ഇനി ശ്രദ്ധേയമായ 3 കാർട്ടൂണുകൾ. US-ലെ കേഗിൾ കാർട്ടൂൺസിലെ ഗ്രേം മക്കേ വരച്ച ഇത് ഇറാനെതിരായ അമേരിക്കൻ ഭീഷണിയിലെ കാപട്യം തുറന്നു കാട്ടുന്നു. പ്രസിഡന്റ് ട്രംപിൻ്റെ ഭീഷണി ഇങ്ങനെ: സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരെ ഇറാൻ വെടിവെച്ച് കൊന്നാൽ US പ്രക്ഷോഭകരുടെ രക്ഷയ്ക്കെത്തും, അതിന് ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്ന്. ട്രംപിൻ്റെ ഈ പോസ്റ്റിനോട് അനേകം അമേരിക്കക്കാർ പ്രതികരിച്ചു. ഒന്ന് ഇതാണ്: ഇങ്ങ് US-ൽ സമാധാനപരമായ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ സൈന്യത്തെ വിട്ടയാളാണ് ഈ പറയുന്നത്. പ്രതിഷേധക്കാരെ അദ്ദേഹത്തിൻ്റെ നീതിന്യായ വകുപ്പ് നാട്ടിനുള്ളിലെ ഭീകരർ, ഡൊമസ്റ്റിക് ടെററിസ്റ്റ്സ്, ആഭ്യന്തര ഭീകരർ എന്നാണ് മുദ്രകുത്തുന്നത്. ഇറാനിലെ പ്രതിഷേധക്കാരോടുള്ള താല്പര്യമൊന്നുമല്ല ട്രംപിന്. ഇറാനെ ആക്രമിക്കാൻ ഒരു കാരണം, അത്രമാത്രം. കുട്ടികളും അമ്മമാരും അടങ്ങുന്ന അഭയാർത്ഥികളെപ്പോലും ഭീകരരെന്ന് വിളിച്ച് മുഖത്തേക്ക് വെടിവെക്കുന്നു അമേരിക്ക. ഇതാണ് ഈ കാർട്ടൂണിൻ്റെ പശ്ചാത്തലം. കാർട്ടൂണിൽ ഇറാൻ നേതാവ് ആയത്തുള്ള ഖാംനയിയും ഡൊണാൾഡ് ട്രംപും രണ്ടുപേരും പ്രതിഷേധകരെ അടിച്ചമർത്തുന്നുണ്ട്. എന്നിട്ടും ട്രംപ് ഖാംനയിയോട് അടിച്ചമർത്തൽ നിർത്താൻ ആവശ്യപ്പെടുന്നു. ഖാംനയിയുടെ മറുചോദ്യമാണ് കാർട്ടൂണിൻ്റെ കാതൽ: ഞങ്ങൾ എന്തിനു നിർത്തണം? ഇവരൊക്കെ ആഭ്യന്തര ഭീകരരാണല്ലോ. അടുത്ത കാർട്ടൂൺ ഇന്ത്യൻ ജുഡീഷ്യറിയെ പറ്റിയാണ്. വർഷങ്ങളായി വിചാരണ പോലുമില്ലാതെ ജയിലുകളിൽ കഴിയുന്നവർക്ക് നീതി നൽകണമെന്ന് കുറച്ച് മുൻപ് പറഞ്ഞ സുപ്രീം കോടതി ബെയിൽ ഈസ് ദ റൂൾ, ജാമ്യമാണ് നിയമം എന്ന തത്വം ആവർത്തിച്ച കോടതി ഈയിടെ സ്വന്തം തത്വം ലംഘിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിന് തടവിലായ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. ഭരണഘടനാ ചുമതല കോടതി കൈയൊഴിയുന്നോ എന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ അൻമോൽ ജെയിൻ. ഇത് അനീതിയെന്ന് ഹിന്ദുവിൽ ഭരണഘടനാ വിദഗ്ധൻ ഗൗതം ഭാട്യ. വിവിധ പത്രങ്ങൾ ഒരേ സ്വരത്തിൽ കോടതി നിലപാടിനെ വിമർശിച്ചു. ജാമ്യം നൽകാതിരിക്കാൻ കോടതി പുതിയ വാദങ്ങൾ നിരത്തിയതിനെ വിമർശിക്കുന്നു ഈ പെൻസിൽ ഡ്രോ കാർട്ടൂൺ. കോടതിയുടെ പല മുഖങ്ങൾ: ജാമ്യമാണ് നിയമം എന്ന് പറയും, പക്ഷേ പ്രോസിക്യൂഷൻ ആരോപണം ഗുരുതരമെങ്കിൽ പറ്റില്ലെന്ന്. പക്ഷെ അപ്പോഴും തടങ്കൽ ഒരുപാട് നീണ്ടുകൂടാ. എന്നാലോ ചില ആളുകൾക്ക് ഇളവൊന്നും ബാധകവുമല്ല. ഇനി കേരളം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന സർക്കാർ വക ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ്, സർക്കാർ വാഴ്ത്ത്, പിണറായി സ്തുതി എന്നിവയാണ് ഉള്ളടക്കത്തിൽ ശ്രദ്ധേയം. കേരള കൗമുദിയിൽ TK സുജിത് ക്വിസിൽ പങ്കെടുക്കുന്ന പരശുരാമനെ അവതരിപ്പിക്കുന്നു. കേരളം ഉണ്ടാക്കിയത് പരശുരാമനാകാം, പക്ഷേ നവകേരളം സൃഷ്ടിച്ചതോ എന്ന് ചോദ്യം. ഓപ്ഷൻസ് എല്ലാം ഒരേ ഒരാളിലേക്ക്. നവകേരളമല്ല, നവ ഐതിഹ്യങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് വരികയായി, പ്രതിച്ഛായകൾ സംരക്ഷിക്കപ്പെടട്ടെ. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് media1 വെബ്സൈറ്റ് സന്ദർശിക്കുക.